എല്ലാവർക്കും ബയോമെക്കിലേക്ക് വീണ്ടും ആർദ്രമായ സ്വാഗതം. എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മളുള്ളത് ഇടവക എന്ന് പറയുന്ന സ്ഥലത്താണ്, വയനാട് ജില്ലയിലാണ്. ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന മോഡൽ ബയോമെക് 40L എന്ന് പറയുന്ന മോഡലാണ്. ഇത് നമ്മൾ സ്ഥാപിക്കുന്നത് ഒരു മദ്രസയിലാണ്. മദ്രസ ട്രസ്റ്റിന്റെ കീഴിലാണ്. അതിന്റെ മേലധികാരികളിൽ ഒരാള് ജമാലുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയാണ് നമുക്ക് ഇതിന്റെ ഓർഡർ തന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു ഉസ്താദും കൂടിയാണ്. ഇതിൽ നമുക്ക് 15 കിലോ വേസ്റ്റും അതുപോലെ തന്നെ ഒരു 10-20 ലിറ്റർ വെള്ളവും ഒരു ദിവസം ഒഴിക്കാവുന്ന മോഡലാണ്. ഏകദേശം ഒരു 3.5 മണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസും ഡെയിലി കിട്ടും. അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യഘട്ടം ലെവലിംഗ് തന്നെയാണ്. ഇവിടെ നമ്മൾ പാറപ്പൊടി ഉപയോഗിച്ചിട്ടാണ് സ്ഥലം ലെവൽ ചെയ്യുന്നത്. ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ് വെച്ച് അതിന്റെ സ്ലോപ്പ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ചെരിവുകളുണ്ടെങ്കിൽ അതിനെ ഫുൾ സ്ട്രൈറ്റ് ആക്കിയതിനു ശേഷം അല്ലെങ്കിൽ അത് പരിഹരിച്ചതിന് ശേഷം മാത്രമേ പ്ലാന്റ് ഇറക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പ്ലാന്റ് ഇറക്ഷൻ കഴിഞ്ഞ് നമ്മൾ ചാണകം ലോഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്ക് പ്ലാന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാൻ സാധിക്കുന്നതല്ല. പ്ലാന്റിൽ നിറവാണെങ്കിൽ പ്ലാന്റ് മാറ്റണമെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നമുക്ക് മാറ്റാൻ സാധിക്കൂ. ചെയ്യുന്നത് നമ്മൾ കൊണ്ടുവന്ന ചാണകം ഇതിനകത്തേക്ക് ഫീഡ് ചെയ്യലാണ്. ഇതിന്റെ ബേസ് നമ്മൾ ലിക്വിഡ് ആക്കിയതിന് ശേഷം മാത്രമേ കൗടങ്ങ് ഫീഡ് ചെയ്യുള്ളൂ. ബയോമെക് 40Lന്റെ കുറച്ച് സവിശേഷതകൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് 2 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് ഡൊമസ്റ്റിക് ആയിട്ടും കൊമേഴ്ഷ്യലായിട്ടും ഉപയോഗിക്കാം. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ജോയിന്റ് ഫാമിലികളിലുള്ളടത്ത് ചിലടത്ത് 12-15 മെമ്പേഴ്സ് ഉള്ള ഫാമിലികളുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ മോഡൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ ചെറിയ ചെറിയ മെസ്സുകൾ, അതേപോലെ ഹോസ്റ്റൽസ്, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ചെറിയ എഡ്യൂക്കേഷൻ സെന്റേഴ്സ്, അവിടെയൊക്കെ ചിലപ്പോൾ 12 കിലോ 13 കിലോ ഒക്കെയാണ് വേസ്റ്റ് വരുന്നത്. അവിടെയൊക്കെ നമുക്ക് ഈ മോഡൽ പ്രയോജനപ്പെടുത്താം. മെയിനായിട്ട് ഈ മോഡലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗ്യാസ് മൂടിയിരിക്കുന്നത് കുറച്ച് റിബുകൾ കൊണ്ടാണ്. അതിന്റെ അർത്ഥം ചെറിയ നിശ്ചിത ഹൈറ്റിൽ നിന്ന് എന്തെങ്കിലും വീണാൽ പോലും പ്ലാന്റിനെ അത് സാരമായി ബാധിക്കാത്ത രീതിയിലാണ് നമ്മളിത് മോൾഡ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ശ്രദ്ധിച്ചാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ചിലവര് ഈ മോഡലല്ല എല്ലാ മോഡലും സെലക്ട് ചെയ്യാറുള്ളതാണ് ബിൽഡിംഗ് ലൈസൻസ് കിട്ടാനായിട്ട്. അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ ഈ മോഡൽസ് വെക്കേണ്ട ഒരാവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലൈസൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഞങ്ങൾ അനർട്ട് ആൻഡ് ശുചിത്വ മിഷൻ അപ്രൂവ്ഡ് ആണ്. അതേപോലെ MNR അപ്രൂവ്ഡ് ആണ്. അങ്ങനെ അപ്രൂവ്ഡ് അക്രഡിറ്റഡ് ഏജൻസിന്ന് എടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സബ്സിഡി അവൈൽ ചെയ്യാനോ അല്ലെങ്കിൽ ലൈസൻസ് കിട്ടാനോ സാധിക്കൂ. അടുത്തത് മിക്സിംഗ് പ്രോസസ്സാണ്. പ്ലാന്റ് ഇൻസ്റ്റലേഷൻ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇനിയുള്ളത് ഗ്യാസ് ഡൂം ലോഡ് ചെയ്ത് വാട്ടർ ജാക്കറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം പ്രഷർ വെയിറ്റ് നമ്മൾ ഇതിന്റെ മുകളിൽ എടുത്തു വെക്കലാണ്. അത് കഴിഞ്ഞാൽ അവർക്കൊരു 4 ദിവസം എയർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ ദിവസം മുതൽ ഗ്യാസ് കത്തിച്ച് തുടങ്ങും.
ലൈക്ക്, ഷെയർ, കമന്റ് മറക്കാതെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇല്ലാത്തവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റീസൺ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ രീതിയിൽ മെച്ചപ്പെടുത്താൻ പറ്റും അത് നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. നമ്മളിവിടെ DSLR ക്യാമറ മേടിക്കാനുള്ളൊരു ഇതിലാണ്. അപ്പോൾ വീഡിയോയിൽ ചിലവർ പറഞ്ഞു ചില ഗ്ലിംസസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും നമ്മൾ അടുത്ത കുറച്ച് വീഡിയോകളിലൂടെ നമ്മളത് പരിഹരിക്കും. പിന്നെ ബയോഗ്യാസ് സംബന്ധപ്പെട്ട എന്ത് കാര്യത്തിന് നമ്മൾ കോൺടാക്ട് ചെയ്യാം. അതിന് യാതൊരു മടിയും കാണിക്കേണ്ടതില്ല. അത് ആര് വെച്ച പ്ലാന്റ് ആണെങ്കിലും നമുക്ക് പ്രോബ്ലം ഇല്ല. നമ്മൾ ചെയ്യാൻ പറ്റുന്ന സർവീസ് ആണെങ്കിൽ നമ്മളത് ചെയ്തു തരും. അപ്പൊ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.